ഹലോ എവരിവൺ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ബയോടെക്നോളജി വരുന്നത് ക്ലാസ് 12-ലാണ്, +2-ലെ ചാപ്റ്ററാണ് ബയോടെക്നോളജി. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പറയും. അതിനുശേഷം നമ്മൾ ഈ ചാപ്റ്ററിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യും. 5ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ ഡിവിഷനിലോട്ട് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് ഈ 5 ലെയേഴ്സ് അല്ലെങ്കിൽ 5 തവണ ഡിവൈഡ് ചെയ്ത് അത് സെക്ഷൻ വൈസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ നോട്ട് മേക്ക് ചെയ്യണം. സപ്പോസ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ്ലി ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യും. എസ്പെഷ്യലി നീറ്റ് എക്സാമിന് വേണ്ട പോയിന്റ്സുകൾ ഞാൻ സെപ്പറേറ്റ്ലി മെൻഷൻ ചെയ്യും. നമ്മൾ ഏതൊരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിലും ഈ ഓരോ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം. ഇനി നിങ്ങൾ റിവിഷന്റെ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവ് കിട്ടുമ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ടോപ്പിക്കിന്റെ പേരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ഒരു നോട്ടിലോട്ട് നിങ്ങൾ മാറ്റി എഴുതണം. ഒപ്പം നിങ്ങൾ നോട്ട് മേക്ക് ചെയ്യുമ്പോൾ അതിനൊപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ നോട്ടിലോട്ടോ അല്ലെങ്കിൽ വേറൊരു പേജിലോട്ടോ നിങ്ങൾ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കണം. ഓക്കെ, സോ അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ അതിനുശേഷം നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ട് കേട്ട് മനസ്സിലാക്കണം. നമ്മൾ മാക്സിമം ബോർഡ് ലെവലും നീറ്റ് ലെവലും മാക്സിമം ലെവലും നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ NCERT വായിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം നിങ്ങൾ NCERT വായിക്കണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് വായിക്കാം. കാരണം ഓൾറെഡി നിങ്ങൾ കൺസെപ്റ്റ് എല്ലാം ഈ ക്ലാസ്സിനിടയിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളൊന്ന് NCERT വായിക്കണം. അതിനുശേഷം നിങ്ങൾ MCQs, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ MCQs വർക്കൗട്ട് ചെയ്യണം. എസ്പെഷ്യലി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, അതുപോലെ നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം, ബോർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷനോട്ട് വരാം. നമുക്കിതൊന്നും വായിച്ചു കളയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാദർ ഓഫ് ബയോടെക്നോളജി. ആരാണ് ബയോടെക്നോളജിയുടെ ഫാദർ? ഫാദർ എന്ന് പറയുന്നത് പോൾ ബെർഗ് ആണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരും, കുറച്ച് കാര്യങ്ങൾ പറയും. അതിനുശേഷം നമ്മൾ ഈ ചാപ്റ്ററിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഡിവൈഡ് ചെയ്തിട്ട് വിവിധ സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റ്സും കവർ ചെയ്യുന്നതാണ്. ദെൻ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ് ബയോടെക്നോളജി? നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ബയോടെക്നോളജിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഹ്യൂമൻ വെൽഫെയർ ആണ്. മനുഷ്യന് വേണ്ടിയിട്ട് ലിവിങ് ഓർഗാനിസത്തെയും എൻസൈംസിനെയും മറ്റുള്ള പ്രൊഡക്ട്സിനെയും ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്ര ശാഖയെ വിളിക്കുന്ന പേരാണ് എന്ത്? ബയോടെക്നോളജി. സോ ബയോടെക്നോളജിയുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഹ്യൂമൻ വെൽഫെയർ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ബയോടെക്നോളജിയുടെ ഫാദർ ആരാണ്? പോൾ ബെർഗ് ആണ്. ബയോടെക്നോളജിയുടെ ഫാദർ എന്ന് പറയുന്ന ആരാണ്? പോൾ ബെർഗ് ആണ്. ഈ പോൾ ബെർഗിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നീറ്റ് എക്സാമിൽ ഈ സയന്റിസ്റ്റുകളുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ലാക് ഒപ്രോണിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആരെ പറയും? ജേക്കബ് ആൻഡ് മൊണാർഡിനെ കുറിച്ച് പറയും. ലാക് ഒപ്രോൺ പ്രപ്പോസ് ചെയ്ത് ജേക്കബ് ആൻഡ് മൊണാർഡ് ആണ്. അതുപോലെ മറ്റൊരു എക്സ്പെരിമെന്റ്, ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ്, ദെൻ മറ്റൊരു സയന്റിസ്റ്റ് ആയിട്ടുള്ള മെസൽസൺ ആൻഡ് സ്റ്റാഹൽ. അപ്പൊ നിങ്ങൾ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദി ഫോളോയിങ് ആണ്. സയന്റിസ്റ്റും അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും. ഇപ്പോൾ പോൾബർഗ് ആണെങ്കിൽ ഫാദർ ഓഫ് ബയോടെക്നോളജി, ലാക് ഒപ്പറോൺ ആണെങ്കിൽ ജേക്കബ് ആൻഡ് മൊണാർഡ്. ഇത്തരത്തിൽ നിങ്ങൾ മാച്ച് ദി ഫോളോയിങ് ടൈപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? വിവിധ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള
സയന്റിസ്റ്റും അവരുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളാവാം, ഫാദേഴ്സ് ആവാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഒരു പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, സോ നമുക്ക് ബയോടെക്നോളജിയിലോട്ട് തിരിച്ചു വരാം. നമ്മൾ ആദ്യം പറഞ്ഞു ഫാദർ ഓഫ് ബയോടെക്നോളജി ആരാണ്? പോൾ ബെർഗ് ആണ്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം പറയേണ്ടത് റീകോമ്പിനന്റ് DNA കുറിച്ചാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ മാർക്ക് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് റീകോമ്പിനന്റ് DNA. നമുക്ക് റീകോമ്പിനന്റ് DNA അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി എന്ത് പറയാം, RDNA എന്ന് ഇതിനെ വിളിക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് RDNA മേക്ക് ചെയ്തത്, ആദ്യമായിട്ട് RDNA ഡെവലപ്പ് ചെയ്തത് 1972 ആരാണ് ഡെവലപ്പ് ചെയ്തത്? രണ്ട് സയന്റിസ്റ്റ് ആണ്. ആ സയന്റിസ്റ്റിന്റെ പേരാണ് ഒന്ന് ബോയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, രണ്ട് കോഹൻ. ബോയർ ആൻഡ് കോഹൻ, ഈ രണ്ട് സയന്റിസ്റ്റ് ആണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? ആദ്യമായിട്ട് RDNA ഡെവലപ്പ് ചെയ്തത്. ഏത് വർഷമാണ്? 1972. നമ്മൾ ആദ്യം ഫാദർ പറഞ്ഞു, ബയോടെക്നോളജിയുടെ ഫാദർ ആണ് ആര്? പോൾ ബെർഗ്. അതിനുശേഷം നമ്മൾ ഏത് ടോപ്പിക് പറഞ്ഞു? RDNA, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഫസ്റ്റ് RDNA ഡെവലപ്പ് ചെയ്ത ഏത് വർഷമാണ്? 1972. ആരാണ് ഡെവലപ്പ് ചെയ്തത്? രണ്ട് സയന്റിസ്റ്റ് കൂടിയിട്ടാണ്, ബോയർ ആൻഡ് കോഹൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്ത മാച്ച് ദി ഫോളോയിങ്ങിൽ തൊട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടി. RDNA ഡെവലപ്പ് ചെയ്ത ആരാണ്? ബോയർ ആൻഡ് കോഹൻ. അത് നിങ്ങൾക്ക് മാച്ച് ദി ഫോളോയിങ്ങിൽ പ്രതീക്ഷിക്കാം. നമ്മൾ മാച്ച് ദി ഫോളോയിങ്ങിലോട്ട് 2 പോയിന്റ്സ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്തു എന്ന് നോക്കാം. സി, RDNA അഥവാ റീകോമ്പിനന്റ് DNA ഡെവലപ്പ് ചെയ്തത്, ആദ്യം ചെയ്തത്, ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, കുറച്ച് ഭാഗങ്ങൾ ഒന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എഴുതാം. ഓക്കെ, സോ നമ്മൾ പറയുന്ന റീകോമ്പിനന്റ് DNA അഥവാ RDNA, ആദ്യം അവർ ചെയ്തത് ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എടുത്തു. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എടുത്തു. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എടുത്തു. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഞാനൊന്ന് റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എന്ന് വിചാരിച്ചോളൂ. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീന് ഐസൊലേറ്റ് ചെയ്തത് ഒരു ബാക്ടീരിയയിൽ നിന്നാണ്. അതിനെ നമുക്ക് വിളിക്കാം സാൽമോണെല്ല ടൈഫിമ്യൂരിയം. എന്താണ്? സാൽമോണെല്ല ടൈഫിമ്യൂരിയം. ഓക്കെ, സാൽമോണെല്ല ടൈഫിമ്യൂരിയം എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന്, അഥവാ ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് എന്ത് ഐസൊലേറ്റ് ചെയ്തു? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഐസൊലേറ്റ് ചെയ്തു. ആ ആന്റിബയോട്ടിക്, ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഇറേസ് ചെയ്യണം, എന്നാലും നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതേസമയം ഈ രണ്ട് സയന്റിസ്റ്റ് കൂടിയിട്ട് പ്ലാസ്മിഡിനെ ഐസൊലേറ്റ് ചെയ്തു. ഈ പ്ലാസ്മിഡിനെ എവിടുന്ന് ഐസൊലേറ്റ് ചെയ്തത്? ഈ കോളൈ അഥവാ എസ്കരീഷ്യ കോളൈ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന്. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനെ എവിടുന്ന് ഐസൊലേറ്റ് ചെയ്തു? സാൽമോണെല്ല ടൈഫിമ്യൂരിയം എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന്. അതുപോലെ പ്ലാസ്മിഡിനെ എവിടുന്ന് ഐസൊലേറ്റ് ചെയ്തു? ഈക്കോളൈ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന്. ഞാൻ ഒരു പ്ലാസ്മിഡിനെ ഇവിടെ ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സപ്പോസ് ഇതൊരു പ്ലാസ്മിഡ് ആണെന്ന് വിചാരിക്കും. അടുത്തതായിട്ട് ഇവർ ചെയ്തത്, ഈ രണ്ടുപേരെയും, ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനിനെയും അതുപോലെ ഈ പ്ലാസ്മിഡിനെയും അവർ കമ്പൈൻ ചെയ്തു. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു പ്ലാസ്മിഡ് ഉണ്ടാവും. പ്ലാസ്മിഡിന്റെ കുറച്ച് ഭാഗം വാക്കന്റ് ഉണ്ടല്ലോ, ഈ വാക്കന്റ് ആയിട്ടുള്ള ഭാഗത്തോട്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനിനെ എന്ത് ചെയ്തു? ഫിറ്റ് ചെയ്യും. സോ ഇതെന്താണ്? ഒരു ഭാഗം പ്ലാസ്മിഡ് ആണ്, ചെറിയ ഭാഗം എന്താണ്? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ആണ്. ഈ കമ്പൈൻഡ് വെർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? RDNA അഥവാ
റീകോമ്പിനന്റ് ഡി എൻ എ എന്ന് വിളിക്കാം. മനസ്സിലായോ? എന്താ ഇപ്പോൾ ആർ ഡി എൻ എ എന്താണ്? ഈ കമ്പൈൻഡ് വേർഷനാണ്. ആദ്യമായിട്ട് ആർ ഡി എൻ എ ഏത് വർഷം ഡെവലപ്പ് ചെയ്തു? 1972. ആര് ഡെവലപ്പ് ചെയ്തു? ബോയർ ആൻഡ് കോഹൻ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ. എങ്ങനെ ഡെവലപ്പ് ചെയ്തു? അവർ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എടുത്തു. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എവിടുന്ന് ഐസൊലേറ്റ് ചെയ്തത്? സാൽമോണല്ല ടൈഫിമ്യൂരിയം എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ്. അതുപോലെ അവർ പ്ലാസ്മിഡിനെ ഐസൊലേറ്റ് ചെയ്തു. എവിടുന്ന? ഈക്കോളെ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ്. അതിനുശേഷം ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനിനെയും ഈ പ്ലാസ്മിഡിനെയും കമ്പൈൻ ചെയ്ത് അവർ പുതിയൊരു സ്ട്രക്ചർ ഫോം ചെയ്യിച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആർ ഡി എൻ എ അഥവാ റീകോമ്പിനന്റ് ഡി എൻ എ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ റീകോമ്പിനന്റ് ഡി എൻ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ. എന്താണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞു, ആരാണ് ഈ ബയോടെക്നോളജി പ്രൊപ്പോസ് ചെയ്തത് എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ നമ്മൾ റീകോമ്പിനന്റ് ഡി എൻ എ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഈ ചാപ്റ്ററിനെ എന്ത് ചെയ്യാം? ഒന്ന് പല ഭാഗങ്ങളായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. നമ്മൾ വിവിധ സെക്ഷൻസ് ആയിട്ടായിരിക്കും ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓർത്തിരിക്കുക, ആർ ഡി എൻ എ ഇമ്പോർട്ടൻ്റ് ആണ്. ആർ ഡി എൻ എ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആർ ഡി എൻ എ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എഴുതി വെക്കുക. ദെൻ എസ്പെഷ്യലി ആ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനും പ്ലാസ്മിഡും, ഓക്കെ, അത് എവിടുന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. സയന്റിസ്റ്റിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻസൈംസിനെ കുറിച്ചായിരിക്കും. വിവിധ തരത്തിലുള്ള എൻസൈംസുകൾ, പലതരം എൻസൈംസ് ഉണ്ട്. ബേസിക്കലി എല്ലാവർക്കും അറിയുന്ന രണ്ട് തരം എൻസൈംസ് ഉണ്ട്. ഏതാണ്? ലിഗേസ് എന്ന് പറയുന്ന ഒരു എൻസൈം, അതുപോലെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന അടുത്ത എൻസൈം, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇത് കൂടാതെ നമ്മളൊരു 3 എക്സ്ട്രാ എൻസൈമിനെ കുറിച്ച് കൂടി നമ്മൾ പറയുന്നതാണ്. അതോടൊപ്പം തന്നെ എൻസൈംസിന്റെ നെയിമിങ്, അതുപോലെ പാലിൻഡ്രോമിക് സീക്വൻസ്, അതുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാം എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന, അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും കവർ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും എൻസൈം എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മൾ എൻസൈം കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്ടേഴ്സിനെ കുറിച്ചായിരിക്കും. വിവിധ തരത്തിലുള്ള വെക്ടേഴ്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി PBr322 അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ സൈറ്റുകൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്ന അറിയാം? ഹോസ്റ്റുകളെ കുറിച്ച് ഒരു ഐഡിയ തരും നിങ്ങൾക്ക്, വിവിധ തരത്തിലുള്ള ഹോസ്റ്റുകൾ. ദെൻ ഫോർത്ത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്തായിരിക്കും അറിയോ? ടെക്നോളജീസ് ആയിരിക്കും. വിവിധ തരത്തിലുള്ള ടെക്നോളജീസ് ആയിരിക്കും. ഈ ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം, ജെൽ ഇലക്ട്രോഫോറസിസിനെ കുറിച്ചായിരിക്കും. ജെൽ ഇലക്ട്രോഫോറസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ നോർത്തേൺ ബ്ലോട്ടിംഗ്, അടുത്തൊരു ടെക്നിക്കാണ് നോർത്തേൺ ബ്ലോട്ടിങ്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സദേൺ ബ്ലോട്ടിങ്ങിനെ കുറിച്ചായിരിക്കും. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിനെ കുറിച്ചായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? PCR, the most important point. PCR അഥവാ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് കാണിക്കാം. ഓക്കെ, PCR എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ ജെൽ ഇലക്ട്രോഫോറസിസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ മറ്റൊരു ടെക്നിക്ക് എന്താണ് ഡിസ്കസ് ചെയ്യും? ട്രാൻസ്ഫർ അസംബ്ലി. ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുടക്കത്തിൽ പറയേണ്ട കാര്യമായിരുന്നു, ഞാൻ മറന്നുപോയി. അതായത് നമ്മൾ ഈ ചാപ്റ്റർ, ഈ ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത്, കമ്പാരിറ്റീവ്ലി ഈ ചാപ്റ്റർ പലരും പറയുന്നത് കുറച്ച് ടഫാണെന്നാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബയോടെക്നോളജി എന്നല്ല, ഏത് ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. നമ്മളിവിടെ എടുക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ജസ്റ്റ് മഗപ്പ് ചെയ്യല്ല, നമ്മൾ മനസ്സിലാക്കി തരും എന്തുകൊണ്ട്
ഇങ്ങനെ വരും, എന്തുകൊണ്ട് അങ്ങനെ ആവും, അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് വിട്ട് വേണം പഠിക്കണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ഐഡിയ വെച്ചിട്ട് വേണം, ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. നമ്മൾ ഈ ചാപ്റ്റർ, ഈ എൻ്റയർ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. എന്തുകൊണ്ട് ട്രാൻസ്ഫർ അസംബ്ലി നടത്തണം, ഓക്കെ, അത്തരത്തിലുള്ള വ്യക്തമായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക് കണ്ടൊന്നും പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചില വേർഡുകളൊക്കെ ചിലപ്പോൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കുറേ പ്രാവശ്യം അങ്ങനെ നോക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോഴും അത് പടിഞ്ഞു വരും. ഓക്കെ, നിങ്ങൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ആകെ തുകയാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. ഏതൊക്കെയാണ്? എൻസൈംസ്, വെക്ടേഴ്സ്, അതുപോലെ ഹോസ്റ്റ്, ടെക്നോളജീസ്, അത് അടുത്തായിട്ട് നമ്മൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. ഫൈനലി നമ്മൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യും. അതോടെ ചാപ്റ്റർ കഴിയും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? എൻസൈംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻസൈംസിനെ കുറിച്ചാണ്. ഞാൻ ആദ്യം എൻസൈമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എൻസൈംസിനെ കുറിച്ച് പറയാം. ഓക്കെ, പലതരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്, അത് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഒന്ന് ലിഗേസ് എന്ന് പറയുന്ന എൻസൈം, അടുത്തത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈം. ഇവിടുന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, നിങ്ങൾ പലപ്പോഴും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് ആൻസർ കിട്ടാറുണ്ട്. ലിഗേസിന്റെ ഫംഗ്ഷൻ എന്താണ്? യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്? യോജിപ്പിക്കുക, പേസ്റ്റ് ചെയ്യുക, യോജിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷന്? ലിഗേസിന്റെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. എൻഡോന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്താണ്? കട്ട് ചെയ്യുക എന്നുള്ളത്, കട്ടിങ്. ഒരു സ്പെസിഫിക് സൈറ്റിൽ വെച്ച് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡിനെ എന്തെങ്കിലും ഒന്ന് നമ്മൾ കട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എൻഡോന്യൂക്ലിയസ്. ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന 2 പവർഫുൾ ടൂളുകളാണ് ലിഗേസും അതുപോലെ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നമ്മൾ എൻഡോന്യൂക്ലിയസിനെ ഒരു പേരിട്ട് വിളിക്കാറുണ്ട്, മോളിക്കുലർ സിസേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ എൻസൈം എന്ന വിഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എൻസൈംസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. എൻഡോന്യൂക്ലിയസിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? മോളിക്കുലർ സിസേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. മോളിക്കുലർ സിസേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് എൻസൈംസിനെ കുറിച്ച് കൂടി പരിചയപ്പെടാം. അത് നിങ്ങൾ കാണാവുന്ന പഠിക്കാൻ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. ഓക്കെ, നമ്മൾ ആദ്യം എടുക്കുന്ന എൻസൈംസ് എന്ന് പറയുന്നത് ലൈസിങ് എൻസൈംസ് ആണ്. ഓക്കെ, എന്താണ്? ലൈസിങ് എൻസൈംസ് ആണ്. ലൈസിങ് എൻസൈംസ് ആണ്. ഓക്കെ, എന്താണ് ലൈസിങ് എൻസൈംസിന്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. ഈ ലൈസിങ് എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ സെൽ ഉണ്ട്. ഓക്കെ, ഈ പ്ലാൻ സെൽ ഉണ്ട്. ഈ പ്ലാൻ സെല്ലിൽ നിന്ന് എനിക്ക് ഈ സെല്ലിന്റെ ഉള്ളിലുള്ള DNA എനിക്ക് എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? എനിക്ക് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഈ ഐസൊലേറ്റ് ചെയ്തെടുക്കണം, DNA പുറത്തെടുക്കണം. അപ്പൊ എനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്ലാൻ സെല്ലിന് ഒരു സെൽ വാൾ ഉണ്ട്. അതുപോലെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഈ സെൽ വാളും പ്ലാസ്മ മെംബ്രെയിനും എന്താണ്? റിമൂവ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് DNA കിട്ടും. അപ്പൊ നമ്മൾ ഈ സെൽ വാളിനെയും പ്ലാസ്മ മെംബ്രെയിനെയും എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താ, റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് DNA എടുക്കാൻ സഹായിക്കുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് ലൈസിങ് എൻസൈം. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ കുറച്ചൊന്ന് ഇറേസ് ചെയ്തോട്ടെ. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ചൊന്ന് ഇറേസ് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ നമുക്ക് DNA കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സെൽ വാളിനെ റിമൂവ് ചെയ്യണം. അതുപോലെ ആരെ റിമൂവ് ചെയ്യണം? പ്ലാസ്മ മെംബ്രെയിനെ റിമൂവ് ചെയ്യണം. അങ്ങനെ ഇത് രണ്ടും റിമൂവ് ചെയ്താൽ നമുക്ക് പ്ലാൻ സെല്ലിൽ നിന്ന് നമുക്ക് എന്ത് ഐസൊലേറ്റ് ചെയ്യാം? DNA ഐസൊലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സെൽ വാള്, പ്ലാന്റിൽ സെൽ വാൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കണേ? സെല്ലുലോസ് കൊണ്ടാണ്. ശരിയല്ലേ? സെല്ലുലോസ് കൊണ്ടാണ്. അപ്പൊ ഈ സെല്ലുലോസിനെ എന്ത് ചെയ്യുക? ഡിസ്ട്രക്ട് ചെയ്ത് കളയാൻ അല്ലെ ഡിസോൾവ് ചെയ്ത് കളയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമാണ് സെല്ലുലേസ് എൻസൈം. എന്താണ്? സെല്ലുലേസ് എൻസൈം. ഈ സെല്ലുലേസ് എൻസൈം
ലൈസിങ് എൻസൈമിന് ഒരു എക്സാമ്പിൾ ആണ്. സെല്ലുലേസ് എൻസൈം ലൈസിങ് എൻസൈമിന് എന്താണ്, ഒരു എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സെൽ വാൾ റിമൂവ് ചെയ്തു, സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സെൽ വാൾ റിമൂവ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണ്. നമുക്കറിയാം പ്ലാസ്മ മെംബ്രെയിന് നിർമ്മിച്ചിരിക്കുന്നത്, അതിന്റെ പ്രധാന രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രോട്ടീൻ ആണ്, രണ്ടെന്താണ്? ലിപ്പിഡ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്, ഈ രണ്ട് ഘടകങ്ങൾ കൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിന് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രോട്ടീനെ ഡിസോൾവ് ചെയ്യാൻ നമ്മൾ ആരെ യൂസ് ചെയ്യുന്ന അറിയോ? നമ്മൾ ഈ പ്രോട്ടീനെ ഡിസോൾവ് ചെയ്യാൻ നമ്മൾ പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈമിനെ ഉപയോഗിക്കും, പ്രോട്ടിയേസസ്. അതുപോലെ ലിപ്പിഡിനെ റിമൂവ് ചെയ്യാൻ ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിക്കും. എന്താണ്? പ്രോട്ടീനെ ഡിസോൾവ് ചെയ്യാൻ പ്രോട്ടിയേസസ്, ലിപ്പിഡിനെ ഡിസോൾവ് ചെയ്യാൻ ലിപ്പേസസ്, സെല്ലുലോസിനെ ഡിസോൾവ് ചെയ്യാൻ സെല്ലുലേസ്. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെൽ വാൾ റിമൂവ് ചെയ്തു, പ്ലാസ്മ മെംബ്രെയിൻ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്കുള്ളിൽ എന്തുണ്ടാവും? DNA ഉണ്ടാവും. നമുക്ക് DNA ഐസൊലേറ്റ് ചെയ്യാം. അപ്പോൾ സെല്ലുലേസ്, പ്രോട്ടിയേസ്, ലിപ്പേസസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ലൈസിങ് എൻസൈംസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എൻസൈംസ് ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഐസൊലേറ്റ് ചെയ്തത് എന്താണ്? ഒരു പ്ലാന്റ് സെല്ലിൽ നിന്നാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തത്, ശരിയല്ലേ? ഇനി സപ്പോസ് നമ്മൾ ഒരു ആനിമൽ സെൽ എടുക്കാന്ന് വിചാരിച്ചോ. ഒരു ആനിമൽ സെല്ല് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ എഴുതാൻ ശ്രമിക്കാം. സപ്പോസ് നമ്മളൊരു ആനിമൽ സെൽ എടുക്കുകയാണ്. നമ്മളൊരു ആനിമൽ സെൽ എടുത്തു. ഈ ആനിമൽ സെല്ലിൽ നിന്ന് നമുക്ക് DNA ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ ആനിമൽ സെല്ലിൽ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഘടകം എന്തൊക്കെയാ? ഏറ്റവും ഔട്ടർ സൈഡിൽ സെൽ വാള്. പക്ഷെ സെൽ വാൾ എവിടെ ഉണ്ടായിരുന്നു? പ്ലാന്റ് സെല്ലിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആനിമൽ സെല്ലിൽ എന്തില്ല? സെൽ വാൾ ഇല്ല. അപ്പൊ നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. പിന്നെ എന്തുണ്ടാവും? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. ശരിയല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. നമ്മൾ പറഞ്ഞു പ്ലാസ്മ മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടും ലിപ്പിഡ് കൊണ്ടും. അപ്പൊ നമുക്ക് പ്രോട്ടീനെ ഡിസോൾവ് ചെയ്യാൻ ഏത് എൻസൈം? പ്രോട്ടിയേസസ്. ലിപ്പിഡിനെ ഡിസോൾവ് ചെയ്യാൻ ഏത് എൻസൈം? അപ്പൊ നമുക്ക് ഒന്ന് പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിക്കാം, പ്രോട്ടിയേസസ്. അടുത്തെന്ത് ഉപയോഗിക്കാം? നമുക്ക് ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിക്കാം. അപ്പൊ ഈ രണ്ട് ലൈസിങ് എൻസൈംസ് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആനിമൽസിൽ നിന്ന് DNA പുറത്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ബയോടെക്നോളജിയിലെ ഡിഫറെന്റ് പ്രോസസ്സുകൾ നമുക്ക് നടത്താം. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് കിട്ടുന്നത് ഒരു ഫംഗൽ സെല്ലാണെന്ന് വിചാരിക്കൂ. ഇനി നമുക്ക് ഇതൊന്ന് ഇറേസ് ചെയ്ത് കളയാം. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്തത് ഒരു ഫംഗൽ സെൽ എടുക്കാം. ഓക്കെ, ഫംഗൽ സെൽ അഥവാ ഫംഗസ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെൽ വാളിനെ റിമൂവ് ചെയ്യണം. ഫംഗസില് സെൽ വാൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൈറ്റിൻ എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കൈറ്റിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് കൈറ്റിനേസ്. എന്താണ്? കൈറ്റിനേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ച് നമുക്ക് കൈറ്റിനെ റിമൂവ് ചെയ്യാം. കൈറ്റിനേസ് എന്താണ്? കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈസിങ് എൻസൈംസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൈറ്റിനേസ് എന്താണ്? ഒരു ലൈസിങ് എൻസൈം ആണ്. അതുപോലെ സെൽ വാൾ റിമൂവ് ചെയ്താൽ പിന്നെന്ത് കിട്ടും നമുക്ക്? പിന്നെന്തുണ്ടാവും അവിടെ? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. പ്ലാസ്മ മെംബ്രെയിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ആരെ ഉപയോഗിക്കാം? രണ്ട് എൻസൈംസിനെ ഉപയോഗിക്കാം. ഒന്ന് പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈമിനെ ഉപയോഗിക്കാം. അതുപോലെ ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈമിനെ ഉപയോഗിക്കാം. നമ്മൾ സെൽ വാൾ റിമൂവ് ചെയ്തു, അതുപോലെ പ്ലാസ്മ മെംബ്രെയിൻ റിമൂവ് ചെയ്തു. അപ്പൊ നമുക്ക് ആരെ കിട്ടും? DNA കിട്ടും. ഓക്കെ,
ഇനി നമ്മൾ സപ്പോസ് നമ്മൾ എടുക്കുന്നത് നാലാമത് നമ്മൾ എടുക്കുന്നത് ബാക്ടീരിയ ആണെന്ന് വിചാരിച്ചു. ബാക്ടീരിയൽ സെല്ല്. ബാക്ടീരിയൽ സെല്ല് എടുത്താൽ നമുക്ക് ഒരു സിംഗിൾ എൻസൈം ഉപയോഗിച്ചാൽ മതി. അതിന് വിളിക്കുന്ന പേരാണ് ലൈസോസൈം. ലൈസോസൈം ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? നമുക്ക് ഈ പറയുന്ന എല്ലാത്തിനെയും ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് DNA പുറത്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എന്താണ്? നമ്മൾ പറഞ്ഞു എന്താണ് ലൈസിങ് എന്ന് പറയുന്ന എൻസൈംസിന്റെ ഫംഗ്ഷൻ എന്താണ് നമുക്ക് DNA പുറത്തെടുക്കാൻ കഴിയും. എന്താണ് എല്ലാ സെൽ വാളിനെയും പ്ലാസ്മ മെംബ്രെയിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്ത് കളയും. മനസ്സിലായോ? അപ്പോൾ ലൈസിങ് എൻസൈംസിന് എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് സെല്ലുലേസ് ആയിരുന്നു, അടുത്തത് എന്തായിരുന്നു? കൈറ്റിനേസ് ആയിരുന്നു, ദെൻ പ്രോട്ടിയേസസ്, ലിപ്പേസസ്, ലൈസോസൈം. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ലൈസിങ് എൻസൈം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എൻസൈംസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ടൈപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അടുത്ത കാറ്റഗറിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് കാറ്റഗറിയാണ് എൻഡോന്യൂക്ലിയേസസ്. എൻഡോന്യൂക്ലിയേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് എൻസൈംസ് ആണ്. സെക്കൻഡ് കാറ്റഗറി ഓഫ് എൻസൈംസ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് പലപ്പോഴും ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി എൻഡോന്യൂക്ലിയേസസ് ആർ നോൺ ആസ് എന്താണ്? മോളിക്കുലാർ സിസേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിസേഴ്സ്, മോളിക്കുലാർ സിസേഴ്സ്. അല്ലെങ്കിൽ മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? എൻഡോന്യൂക്ലിയേസസ് ആണ്. ഇത് നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ കഴിയുമെങ്കിൽ വേറൊരു പേജിലോട്ട് എഴുതിയെടുക്കണം. എൻഡോന്യൂക്ലിയേസസ് എന്താണ്? മോളിക്കുലാർ സിസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? അതായത് എൻഡോന്യൂക്ലിയസിന്റെ യൂസ് എന്താണ്? കട്ട് ചെയ്യാനാണ്, കട്ടിങ്ങിനാണ്. സ്പെസിഫിക് സൈറ്റ്സിൽ കട്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? എൻഡോന്യൂക്ലിയേസസ് ഉപയോഗിക്കുന്നത്. ഇനി ന്യൂക്ലിയേസസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ഉണ്ട്. ഓക്കെ, അതിന് വിളിക്കുന്ന പേര് ടു കോംപ്ലക്സ് സിസ്റ്റം എന്നാണ്. ഇനി ഈ ടു കോംപ്ലക്സ് സിസ്റ്റം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമുക്കറിയാം നീറ്റ് എക്സാമ്പിൾ ചില ക്വസ്റ്റ്യൻസ് 1 or 2 or 1 or 3 ക്വസ്റ്റ്യൻസ് മേ ബി ഔട്ട് ഓഫ് സിലബസ് വരാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് NCERT വരാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. കാരണം മുമ്പ് നടന്ന പല എക്സാമിലും, പല പ്രീവിയസ് ഇയേഴ്സ് എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ മുമ്പ് നടന്ന പല എക്സാമിലും ഒരുപാട് ഔട്ട് ഓഫ് വന്നിരുന്നല്ലോ, അറിയാലോ. അപ്പോൾ അതിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ കാരണം ബാക്കിയുള്ള എല്ലാവരും NCERT സ്കോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് കിട്ടുകയാണെങ്കിൽ, എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ മുമ്പിലെത്തിയല്ലോ. നിങ്ങൾക്ക് അറിയാലോ റാങ്കിൻ്റെ ലെവൽ നീറ്റ് എക്സാമിൽ. ഓക്കെ, സോ ഒരു റാങ്കിനടക്കം ഒരുപാട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 റാങ്ക് പിന്നിലോട്ട് പോകുന്ന ചാൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ടു കോംപ്ലക്സ് സിസ്റ്റം. ഈ ടു കോംപ്ലക്സ് സിസ്റ്റം മനസ്സിലാക്കാം നമുക്ക്. എന്താണ് ടു കോംപ്ലക്സ് സിസ്റ്റം? ഈ ടു കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്സിൽ കാണുന്ന ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ആണ്. നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം എവിടെ? ഇൻ പ്രോകാരിയോട്സ്. ഓക്കെ, പ്രോകാരിയോട്സിൽ കാണുന്ന ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടു കോംപ്ലക്സ് സിസ്റ്റം എന്ന് വിളിക്കുക. ഓക്കെ ആണോ? നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം. ഈ ടു കോംപ്ലക്സ് സിസ്റ്റം രണ്ട് തരത്തിലുള്ള ആളുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് മിഥൈലേറ്റിംഗ് ഏജന്റ്, രണ്ട് എൻഡോന്യൂക്ലിയസ്. ഇപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ട് നമ്മൾ ടു കോംപ്ലക്സ് സിസ്റ്റത്തെ കുറിച്ച്, എൻഡോന്യൂക്ലിയസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു എന്ന് മനസ്സിലായല്ലോ. ടു കോംപ്ലക്സ് സിസ്റ്റം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒപ്പം മറ്റെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മിഥൈലേറ്റിംഗ് ഏജന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഇറേസ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ, എന്താ ഇവിടെ നടക്കുന്നത് എന്നുള്ളത്.
ഒന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. സി, നമ്മൾ വിചാരിക്കുക നമ്മളൊരു ഹോസ്റ്റ് എടുക്കുകയാണ്, ഒരു ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ എടുക്കുകയാണ്. ഈക്കോളൈ, ഇത് ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ എന്ന് വിചാരിക്കൂ. ഈ ഈക്കോളൈ ബാക്ടീരിയയുടെ ഉള്ളിൽ എന്താണ്, ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈക്കോളൈയുടെ ജനറ്റിക് മെറ്റീരിയൽ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഈ സമയം ഒരു വൈറസ് ഈ ഈക്കോളൈ ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഞാനിവിടെ വൈറസിന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഒരു വൈറസ്, ഓക്കെ, എന്താണ്, ഓക്കെ, ഇതൊരു വൈറസ് ആണ് സപ്പോസ് വിചാരിക്കും. ഇതൊരു വൈറസ് ആണ്. ഇതാരാണ്? ഇത് ഈക്കോളൈ അഥവാ എസ്ക്രീഷ്യ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. നമുക്കറിയാം വൈറസ് എന്തിനെ അറ്റാക്ക് ചെയ്യും? ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യും. അത്തരത്തിലുള്ള വൈറസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബാക്ടീരിയോഫേജ്. ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. ഒരു ബാക്ടീരിയോഫേജ് ഒരു ഈക്കോളൈനെ അറ്റാക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, പ്രൊക്കാരിയോട്സിൽ ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം കാണുന്നുണ്ട്. ആ മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണെന്ത്? ടു കോംപ്ലക്സ് സിസ്റ്റം. അപ്പോൾ ഈ വൈറസ് ഈ ഇക്കോളൈനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ, ഇക്കോളൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊക്കാരിയോട്ട് ആണ്. സോ ഈ നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ടു കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയുന്ന ഈ നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം എവിടെ ഉണ്ടായിരിക്കും? ഇക്കോളൈയിൽ ഉണ്ടായിരിക്കും. കാരണം എന്താ? ഇക്കോളൈ എന്താണ്? ഒരു പ്രൊക്കാരിയോട്ട് ആണ്. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വൈറസ് വൈറൽ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ബ്ലാക്കിൽ കാണിക്കാം. ഓക്കെ, സപ്പോസ് ഇത് വൈറൽ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചോളൂ. വൈറസ് എന്താണ്? വൈറൽ പാർട്ടിക്കിൾ ഈക്കോളൈയിലോട്ട് റിലീസ് ചെയ്തു. അപ്പോൾ എന്ത് നടക്കും? ഇവിടെ ഇക്കോളൈയിൽ നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഈ നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? രണ്ട് തരത്തിലുള്ള പ്രൊഡക്ട്സ്. മിഥൈലേറ്റിംഗ് ഏജന്റ് ആണ്. എന്താണ്? എൻഡോന്യൂക്ലിയസ് ആണ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മിഥൈലേറ്റിംഗ് ഏജന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എൻഡോന്യൂക്ലിയേസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, മിഥൈലേറ്റിംഗ് ഏജന്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ എൻഡോന്യൂക്ലിയേസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് 1 സെക്കൻഡ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള മിഥൈലേറ്റിംഗ് ഏജന്റും അതുപോലെ എൻഡോന്യൂക്ലിയേസും. അപ്പോൾ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഈ എൻഡോന്യൂക്ലിയസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും? ഈ വൈറൽ പാർട്ടിക്കിളിനെ അറ്റാക്ക് ചെയ്യും. ഇവിടെ ഒരു പ്രത്യേകത, ഈ വൈറൽ പാർട്ടിക്കിളിനെ എൻഡോന്യൂക്ലിയസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, ഒരു വൈറൽ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാം? അഡിനിന് കാണാം, തൈമിന് കാണാം. ശരിയല്ല? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇതൊക്കെ കാണാം നമുക്ക്. ശരിയല്ലേ? ഈ എൻഡോന്യൂക്ലിയസ് അറ്റാക്ക് ചെയ്യുക ഈ അഡിനിനും തൈമിനും ഇടയിലായിരിക്കും. അറ്റാക്ക് ചെയ്യുക? എൻഡോന്യൂക്ലിയസ് വന്ന് അറ്റാക്ക് ചെയ്യുക. അതൊരു ക്രൈറ്റീരിയ ആണ്, എന്താണ്, അതിൻ്റെ ഒരു ഫീച്ചറാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എൻഡോന്യൂക്ലിയസ് എവിടെയൊക്കെ അഡിനിൻ ആൻഡ് തൈമിൻ ഉണ്ടോ അവിടെയൊക്കെ പോയി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ അഡിനിൻ ആൻഡ് തൈമിന് എവിടെ ഉണ്ടാവാം? ഇവിടെ ഇക്കോളയുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ എന്തുണ്ടാവും? ഇവിടെയും അഡിനിനും തൈമിനും ഉണ്ടാവൂലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താ പറഞ്ഞേ? നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന പ്രൊഡ്യൂസ് ചെയ്യും? എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻസൈം അഡിനിനും തൈമിനും ഇടയിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? വൈറൽ പാർട്ടിക്കിളിനെ നശിപ്പിക്കും. പക്ഷേ ഈ അഡിനിനും തൈമിനും എവിടെയും പ്രസന്റ് ആണ്? ഈക്കോളയുടെ ജനറ്റിക് മെറ്റീരിയലും പ്രസന്റ് ആണ്. മനസ്സിലായോ? ഇവിടെയും പ്രസന്റ് ആണ് അഡിനിനും തൈമിനും. അപ്പോൾ ഇവിടെയും വന്ന് അറ്റാക്ക് ചെയ്യൂലേ? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മളെ സഹായിക്കുന്ന ആളാണ് ആരെന്നറിയോ? മിഥൈലേറ്റിംഗ് ഏജന്റ്. ഈ മിഥൈലേറ്റിംഗ് ഏജന്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയോ? ഒരു മിഥൈൽ ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. മിഥൈലേറ്റിംഗ് ഏജന്റ് മിഥൈൽ ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മിഥൈൽ ഗ്രൂപ്പ് CH3, അതായത് മിഥൈലേറ്റിംഗ് ഏജന്റ് മീഥൈൽ ഗ്രൂപ്പ് ആയിട്ടുള്ള CH3 പ്രൊഡ്യൂസ് ചെയ്യും. ഈ CH3 എവിടെ വന്ന് അറ്റാക്ക് ചെയ്യും?
അല്ലെങ്കിൽ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും, അഡിനിനുമായിട്ട് അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ തൈമിനുമായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഈ എൻഡോന്യൂക്ലിയസ് മിഥൈൽ ഗ്രൂപ്പ് ഉള്ള അഡിനിനും തൈമിനെയും എന്ത് ചെയ്യില്ല, അറ്റാക്ക് ചെയ്യില്ല. മിഥൈൽ ഗ്രൂപ്പ് ഇല്ലാത്ത വൈറസിന്റെ പാർട്ടിക്കിളെയാണ് അറ്റാക്ക് ചെയ്യുക. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ എൻഡോന്യൂക്ലിയസ് എവിടെ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ, ഈ വൈറൽ പാർട്ടിക്കിളിനെ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ. അറ്റാക്ക് ചെയ്യില്ല, ഈ ഇക്കോളയുടെ ജനറ്റിക് മെറ്റീരിയലിനെ എന്ത് ചെയ്യില്ല, അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ എന്താ നടന്നത്, ചുരുക്കം പറഞ്ഞാൽ ഇക്കോളൈ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്തു. ഈ എൻസൈം അറ്റാക്ക് ചെയ്തു, വൈറസ് പ്രൊഡ്യൂസ് ചെയ്ത വൈറസ് പാർട്ടിക്കിളിനെ എന്ത് ചെയ്തു, നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഈ എൻഡോന്യൂക്ലിയസ് ഇക്കോളയുടെ തന്നെ ജനറ്റിക് മെറ്റീരിയലിനെ നശിപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അത് ആര് തടഞ്ഞു, മിഥൈലേറ്റിംഗ് ഏജന്റ് തടഞ്ഞു. മിഥൈലേറ്റിംഗ് ഏജന്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു, മീഥൈൽ ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്തു. ഈ മീഥൈൽ ഗ്രൂപ്പ് ആരുമായിട്ട് അറ്റാച്ച് ചെയ്തു, അഡിനിനുമായും തൈമിനുമായിട്ടും അറ്റാച്ച് ചെയ്തു. അപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത അഡിനിനെയും തൈമിനെയും അറ്റാക്ക് ചെയ്യൂല, എൻഡോന്യൂക്ലിയസ് അറ്റാക്ക് ചെയ്യൂല. ചുരുക്കം പറഞ്ഞാൽ ഇക്കോളൈ വൈറസ് പാർട്ടിക്കിൾ നശിപ്പിച്ചു എന്ന് പറയാം. ഓക്കെ, സോ ഇതിന് വിളിക്കുന്ന പേരാണെന്ത്, ടു കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെന്താണ്, ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ഇൻ പ്രോകാരിയോട്സിൽ കാണുന്ന നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ആണ്. രണ്ട് കാറ്റഗറീസ് ഓഫ് എൻസൈംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ കാറ്റഗറി എടുക്കുകയാണ്. മൂന്നാമത്തെ കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം ആണ്, ലിഗേസ് എൻസൈം. ഒന്നുമില്ല, ഇവരുടെ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ജോയിനിങ് ആണ് ഇവരുടെ ഫംഗ്ഷൻ. അതായത് സപ്പോസ് നമ്മൾ രണ്ട് സ്ട്രാൻഡ്സിനെ കട്ട് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്ത രണ്ട് സ്ട്രാൻഡ്സിനെ തമ്മിൽ യോജിപ്പിക്കലാണ് ആരുടെ ഫംഗ്ഷന്, ലിഗേസിന്റെ ഫംഗ്ഷന്. എന്നാൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, കട്ടിംഗ് ആയിരുന്നു ആരുടെ ഫംഗ്ഷന്, എൻഡോന്യൂക്ലിയസിന്റെ ഫംഗ്ഷന്. എന്നാൽ ലിഗേസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജോയിനിങ് ആണ്. ഈ വ്യത്യാസം മനസ്സിലാക്കി വെക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറൊരു എൻസൈമിനെ കുറിച്ചുകൂടി പരിചയപ്പെടാം. അതായത് ഫോസ്ഫോറൈലേസ് എൻസൈം. ഈ ഫോസ്ഫറസിന്റെ അഡീഷൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് ഫോസ്ഫോറൈലേസ്. ഇപ്പൊ നിങ്ങൾ ഗ്ലൈക്കോലൈസിസ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അവിടെ ഗ്ലൈക്കോലൈസിന്റെ ഗ്ലൂക്കോസിനെ രണ്ട് മോളിക്യൂൾസ് ഓഫ് പൈറൂവിക് ആസിഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഗ്ലൈക്കോലൈസിസ്. ഈ ഗ്ലൈക്കോലൈസിസിന്റെ സമയത്ത് നമ്മൾ അവിടെ ഫോസ്ഫോറൈലേസിന്റെ യൂസ് പറയുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. ദെൻ അടുത്തൊരു ടൈപ്പ് ഓഫ് എൻസൈം ആണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എൻസൈം. അപ്പോൾ എത്ര തരത്തിലുള്ള എൻസൈം ആണ്, ഒന്ന് ലിഗേസ് എന്ന് പറയുന്ന എൻസൈംസ്, രണ്ട് ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്ന എൻസൈം, മൂന്ന് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന എൻസൈം. അതുപോലെ മറ്റെന്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു, എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ലൈസിങ് എൻസൈംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് എൻസൈംസും അതിന്റെ ഫങ്ഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ടെണ്ണമാണ്. ഒന്ന് ലിഗേസിന്റെ ഫംഗ്ഷൻ, ലിഗേസ് എൻസൈമിന്റെ ഫംഗ്ഷന്. രണ്ട് എൻഡോന്യൂക്ലിയസ് എന്ത് പേരിൽ അറിയപ്പെടുന്നു, മോളിക്കുലർ സിസേഴ്സ് എന്നറിയപ്പെടുന്നു. അവരുടെ ഫംഗ്ഷൻ എന്താണ്, കട്ടിംഗ് അറ്റ് സ്പെസിഫിക് സൈറ്റ്സിൽ കട്ട് ചെയ്യാനാണ് ആരെ യൂസ് ചെയ്യുന്നത്, എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈംസിനെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പാലിൻഡ്രോം ആണ്. പാലിൻഡ്രോം. ഓക്കെ, നിങ്ങൾക്ക് എഴുതുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പാലിൻഡ്രോം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് സപ്പോസ് ഞാൻ മലയാളം എന്ന് എഴുതുക, മലയാളം. ഇത് നിങ്ങൾ തിരിച്ചു വായിക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ വായിക്കുക നിങ്ങൾ, മലയാളം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വായിക്കുമ്പോൾ ഒരേ ഇത് കിട്ടുന്നുണ്ടോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോം. തിരിച്ചും മറിച്ചും നമ്മൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, പാലിൻഡ്രോം സീക്വൻസ് ആണെന്ന് വിളിക്കാം.
ഈ പാലിൻഡ്രോമിന് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ബയോടെക്നോളജിയിൽ. അതായത് പാലിൻഡ്രോമിന്റെ അണ്ടറിൽ നമ്മൾ രണ്ട് ടോപ്പിക് ഇവിടെ ഡിസ്കസ് ചെയ്യും. അതായത് രണ്ട് കട്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു തരം കട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിക്കി കട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്കി എൻഡ് എന്നൊക്കെ വിളിക്കാം. സ്റ്റിക്കി കട്ട് അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ്. ഇതിന് നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം കോസൈറ്റ് എന്ന് വിളിക്കാം. അടുത്ത തരം കട്ടിംഗ് ആണ് ബ്ലെൻഡ് കട്ടിങ് അല്ലെങ്കിൽ ബ്ലെൻഡ് എൻഡ്. സോ രണ്ട് തരത്തിലുള്ള കട്ടിങ്, ഒന്ന് സ്റ്റിക്കി കട്ട്, രണ്ട് ബ്ലെൻഡ് കട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും സ്റ്റുഡൻസ് തെറ്റിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. ഓക്കെ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കുറച്ച് ഇറേസ് ചെയ്തോട്ടെ. നമുക്ക് ആരെ ഡിസ്കസ് ചെയ്യാം? ആദ്യം നമുക്ക് സ്റ്റിക്കി കട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നിങ്ങൾ ആ സീക്വൻസ് മനസ്സിലാക്കി വെക്കണം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആരെ കുറിച്ചാണ്? സ്റ്റിക്കി കട്ടിനെ കുറിച്ചാണ്. സ്റ്റിക്കി കട്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? കോസൈറ്റ്. അച്ഛാ, ഓക്കെ. സ്റ്റിക്കി കട്ടില് ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാനൊരു സ്റ്റാൻഡ് എടുക്കുകയാണ്. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ്. സപ്പോസ് ഞാൻ ഇവിടെയും ഒരു സ്റ്റാൻഡ് എടുത്തു. നിങ്ങൾ വിചാരിക്കൂ, നമുക്കറിയാം ഒരു സ്റ്റാൻഡ് എടുത്താൽ അതിന് രണ്ട് തലങ്ങൾ ഉണ്ടാവും. ഒന്ന് 3', അടുത്തത് എന്താണ്? 5'. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 5', 3'. ശരിയല്ലേ? ഇനി ഞാൻ ഇവിടെ കുറച്ച് എന്താ അറിയോ, ഇവിടെ കുറച്ച് ഗ്വാനിൻ എടുത്തു. ഓക്കെ, ഇവരൊക്കെ ഞാൻ ഇവിടെ എടുത്തു. ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ ഇവരെടുത്തു ഞാൻ. അപ്പോൾ ഇത് 3' to 5' ആണ്. ഒരു സ്റ്റാൻഡ് എന്താണ്? 3' to 5' ആയിരിക്കും. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 5' to 3' ആയിരിക്കും. ഇപ്പൊ ഇവിടെ സൈറ്റോസിൻ എടുക്കുകയാണെങ്കിൽ സൈറ്റോസിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ഗ്വാനൈൻ വരും. ശരിയല്ലേ? തൈമിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? അഡിനിൻ വരും. തൈമിന്റെ ഓപ്പോസിറ്റ് അഡിനിൻ, അഡിനിന്റെ ഓപ്പോസിറ്റ് തൈമിൻ, അഡിനിന്റെ ഓപ്പോസിറ്റ് തൈമിൻ, ഗ്വാനിന്റെ ഓപ്പോസിറ്റ് സൈറ്റോസിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡിനിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? തൈമിൻ ആയിരിക്കും. ഗ്വാനിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സൈറ്റോസിൻ ആയിരിക്കും. ഇവിടെ ഗ്വാനിൻ എടുത്തപ്പോൾ സൈറ്റോസിൻ ഓപ്പോസിറ്റ് വന്നു, അഡിനിൻ എടുത്തപ്പോൾ തൈമിൻ വന്നു. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇവരെ കട്ട് ചെയ്യാൻ പോവുക. ഗ്വാനിന്റെയും അഡിനിന്റെയും ഇടയിൽ സപ്പോസ് നമ്മൾ കട്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. ഗ്വാനിന്റെയും അഡിനിന്റെയും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. ഓക്കെ, കട്ട് ചെയ്യാൻ. ഇവരെ കട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും നോക്കാം. നമുക്ക് വീണ്ടും ഒരു സ്റ്റാൻഡ് എടുക്കാം. ഒരു സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിൽ ഒരെൻഡ് എന്താണ്? 3' ആണ്. ഒരു എൻഡ് 3' ആണ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? 3' കൊടുത്തു. ഇത് 3 ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 5 ആയിരിക്കും. ഡെഫിനറ്റ്ലി 5' ആയിരിക്കും. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഏത് സ്റ്റാൻഡ് ആണ്? ഇവിടെ ഗ്വാനൈൻ ആണ്. ശരിയല്ലേ? ഇവിടെ ഗ്വാനൈൻ ആണ്. ഇനി ഞാൻ അടുത്ത ഈ ഭാഗം എടുക്കുകയാണ്. ഈ ഭാഗം കാണിക്കാം. ഞാൻ വീണ്ടും ഒരു സ്റ്റാൻഡ് എടുത്തു. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ആദ്യം നമുക്ക് ഡയറക്ഷൻ കൊടുക്കണം. ഇവിടെ എന്തായിരുന്നു? ഇവിടെ 5' ആയിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? 5' ആണ്. ഒരു സൈഡ് 5' ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3' ആയിരിക്കും. ശരിയല്ലേ? ഇനി നമുക്ക് അവിടെയുള്ള നൈട്രജൻ ബേസ് എടുക്കാം. ഇവിടെ ഗ്വാനിൻ ആണ്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ. അപ്പൊ ഇവിടെ അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ. മനസ്സിലായോ? ഇനി നമ്മൾ ഇവിടെയും നമ്മൾ കട്ട് ചെയ്തു. ശരിയല്ലേ? ഇവിടെയും കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് എടുത്തു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. ഞാൻ ആദ്യം ആ സ്റ്റാൻഡ് ഒന്ന് വരക്കാം. ആദ്യം ഞാൻ ഇത് എടുക്കുകയാണ്. ഈ വലിയ സ്റ്റാൻഡ് എടുക്കുകയാണ്. ഈ വലിയ സ്റ്റാൻഡ് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 5' ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 5' ആയിരിക്കും. ശരിയല്ലേ? അത് വേറെ കളറിൽ കാണിക്കാം. ഇവിടെ എന്താണ്? 5' ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിരിക്കും? 3' ആയിരിക്കും. ഇവിടെ ഉള്ള നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? സൈറ്റോസിന്, തൈമിന്, അഡിനിന്, അതായത്
സോറി സി ടി ടി അഡിനിൻ ആൻഡ് അഡിനിൻ. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻഡ് എടുക്കാം, ചെറിയ സ്റ്റാൻഡ് എടുക്കാം. ചെറിയ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഗ്വാനിന് മാത്രം ഉൾപ്പെടുന്ന സ്റ്റാൻഡ്. ഇവിടെ എന്തായിരിക്കും ഇതിന്റെ ഡയറക്ഷൻ? ഇവിടെ 3' ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 3' ആണ്. ഇത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല, ചെറുതായിരിക്കും. ഓക്കെ, ഗ്വാനിന്ന് ചെറുതാക്കാം നമുക്ക്. ഓക്കെ, സോറി. ഓക്കെ, ഇവിടെ ഒന്ന് എടുക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഡയറക്ഷൻ? എങ്ങനെയായിരിക്കും ഡയറക്ഷൻ എന്ന് പറയുന്നത്? ഇവിടെ 5' ആണ്. സോ ഇവിടെ എന്തായിരിക്കും? 3' ആയിരിക്കും. ഇവിടെ ഏതായിരിക്കും നൈട്രജൻ ബേസ്? ഏതായിരിക്കും? ഇവിടെ ഏതായിരിക്കും? ഗ്വാനിൻ ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ ഗ്വാനിൻ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഇത്തരത്തിലുള്ള കട്ടിംഗ് ആണ് നമ്മൾ കണ്ടത്. ഗ്വാനിന്റെയും അഡിനിന്റെയും ഇടയിലൊരു വിടവുണ്ട്. ഇവിടെയും ഗ്വാനിന്റെയും അഡിനിന്റെയും ഇടയിലൊരു വിടവുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റിക്കി കട്ടിങ്. മനസ്സിലായോ? സ്റ്റിക്കി കട്ടിങ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ എത്തരത്തിലുള്ള ബോൺസ് ആണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? ഇവിടെ എത്തരത്തിലുള്ള ബോൺസ് ആണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? ഓക്കെ, സി, നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച്, ഈ ഗ്വാനിന്റെയും സെയിം സ്റ്റാൻഡിൽ, അതായത് ഗ്വാനിന്റെയും അഡിനിന്റെയും ഇടയിൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഉണ്ടാവും. അതുപോലെ അഡിനിന്റെയും സെയിം സീക്വൻസിലുള്ള ആളുകൾ തമ്മിൽ ഒരു ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഉണ്ടാവും. ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്. അതുപോലെ ഈ ഓപ്പോസിറ്റ് ഉള്ള ആളുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടു ഗ്വാനിനും അഡിനിനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേർപ്പെടുന്നുണ്ട്. ഗ്വാനിനും അഡിനിനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേർപ്പെടുന്നുണ്ട്. അപ്പോൾ ഗ്വാനിനും അഡിനിനും തമ്മിലുള്ള ബോണ്ട് ഏതാണ്? ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്. അപ്പോൾ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഗ്വാനിനും സൈറ്റോസിനും തമ്മിലൊരു ബോണ്ട് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ട്. അതുപോലെ അഡിനിനും തൈമിനും തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇവർ ഗ്വാനിനും സൈറ്റോസിനും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയപ്പോൾ നമുക്ക് ക്ലിയർ ആണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സ്റ്റിക്കി കട്ടില് ബ്രേക്ക് ചെയ്ത ബോണ്ടുകൾ എന്ന് പറയുന്ന 2 തരാണ്. ഒന്ന് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്, എന്താണ്? ഹൈഡ്രജൻ ബോണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് കട്ടിങ് എടുക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കട്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലണ്ട് കട്ടിങ് ആണ്. ബ്ലണ്ട് കട്ടിങ് ആണ്. ഓക്കെ, അത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് കാണിക്കാം. സി, ഞാൻ വീണ്ടും കുറച്ച് എന്താണ് ഒരു സ്റ്റാൻഡ് എടുക്കാം. ഓക്കെ, ഞാനൊരു സ്റ്റാൻഡ് എടുത്തു, ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു, അതുപോലെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു. അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ സ്റ്റാൻഡുകളുടെ ഡയറക്ഷൻ കാണിക്കാം. സപ്പോസ് ഇത് 3' ആണെന്ന് വിചാരിക്കൂ. ഇതെന്തായിരിക്കും? അപ്പോൾ 5' ആയിരിക്കും. ഇത് 3 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഇത് 5 ആയിരിക്കും. ഇതെന്തായിരിക്കും? 3 ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെയുള്ള എന്താണ്, ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തത് 3 സൈറ്റോസിന്, അതുപോലെ 3 ഗ്വാനൈന്. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഗ്വാനൈൻ. ഇവിടെ എന്തായിരിക്കും? സൈറ്റോസിൻ. ഓക്കെ, ഇനി ഇത് കുറച്ച് അടുത്തായിരിക്കും വരിക, ഇത്ര വിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ പോവാ. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യുന്നത് സൈറ്റോസിന്റെയും ഗ്വാനിന്റെയും ഇടയിൽ നമ്മൾ കട്ട് ചെയ്യുന്ന വിചാരിച്ചോ. ഓക്കെ, സൈറ്റോസിന്റെയും ഗ്വാനിന്റെയും ഇടയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും? നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് വീണ്ടും ഒന്ന് വരയ്ക്കാം. നമുക്ക് ഇവിടെ കാണിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ കാണിക്കാം. ഇത്തരത്തിലുള്ള 2 സ്റ്റാൻഡ് നമുക്ക് കാണാം. ശരിയല്ലേ? അതുപോലെ ഇവിടെയും നമുക്ക് 2 സ്റ്റാൻഡ് കാണാം. ഇനി നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ എഴുതണം. ഡയറക്ഷൻ എങ്ങനെ എഴുതാം? പറയൂ. ഇവിടെ നമുക്ക് 3' ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് 3' എന്ന് വെച്ചു. ഒരു സൈഡിൽ 3 ആണെങ്കിൽ അടുത്ത സൈഡിൽ എന്തായിരിക്കും? 5 ആയിരിക്കും. ഇനി ഇവിടെ 5 ആണ്, അപ്പൊ ഞാൻ ഇവിടെയും 5 എഴുതി, 5'. അപ്പോൾ ഒന്ന് 5 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 3' ആയിരിക്കും. ഇനി ഇതുപോലെ
ഇവിടെ 5 പ്രൈം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ 5 പ്രൈം എന്ന് എഴുതി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി 3 പ്രൈം ആയിരിക്കും. ഇവിടെ എന്താണ്? 3 ആണ്. അപ്പൊ ഇവിടെയും ഞാൻ 3 എന്ന് എഴുതി. അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 5 പ്രൈം ആയിരിക്കും. മനസ്സിലായോ? ഇനി ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ആളുകൾ അതേപോലെ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ 3 സി 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 ആണ്. അപ്പൊ നമുക്കിവിടെ സി സി സി. ഇവിടെ ജി 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 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജി ജി ജി. ഇനി ഇവിടെ 3 ജി 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 ആണ്, ഗ്വാനൈൻ ആണ്. അപ്പൊ നമുക്ക് ഗ്വാനൈൻ 3 പേരെ ഇവിടെ എഴുതാം. ഇവിടെ എന്താണ്? 3 സി 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 ആണ്. നമുക്കിവിടെ 3 സി 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 എഴുതാം. ഇനി ഇനി ഈ കട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബ്ലെൻഡ് കട്ടിങ്. എന്താണ്? ബ്ലെൻഡ് കട്ടിങ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എത്തരത്തിലുള്ള ബോൺസ് ആണ് ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തത്, എത്തരത്തിലുള്ള ബോൺസ് ആണ് ഇവിടെ ബ്രേക്ക് ചെയ്തതെന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സി, ഇവിടെ നമുക്ക് സൈറ്റോസിനും ഗ്വാനൈനും തമ്മിലൊരു ബോണ്ട് ഉണ്ട്. സെയിം സ്റ്റാൻഡേർഡിലുള്ള ആളുകൾ തമ്മിലുള്ള ബോണ്ടിങ്ങിന് എന്താ വിളിച്ചത്? ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്. സോ സൈറ്റോസിനും ഗ്വാനൈനും തമ്മിലൊരു ബോണ്ട് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അത് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് എന്താണ്? ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. എന്നാൽ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആയിട്ടുണ്ടോ? ഇല്ല. കാരണം ഈ സൈറ്റോസിനും ഗ്വാനിനും ഓപ്പോസിറ്റ് സ്ട്രാൻഡുകൾ തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത്. അതിപ്പോഴും അതുപോലെ ഇല്ലേ? അതിനൊരു എന്താണ്, ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ആകെ ചേഞ്ച് ആയത് എന്താണ്? ആകെ ബ്രേക്ക് ആയത് എന്താണ്? ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് മാത്രമാണ്. സോ ഹൈഡ്രജൻ ബോണ്ടിന് എന്ത് ചെയ്യില്ല? ഒരു പ്രശ്നവുമില്ല. ഹൈഡ്രജൻ ബോണ്ടിന് ഒരു പ്രശ്നവുമല്ല. ഹൈഡ്രജൻ ബോണ്ട് എന്താണ്? നോട്ട് ബ്രേക്ക് ഡൗൺ. നോട്ട് ബ്രേക്ക് ഡൗൺ. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബ്ലെൻഡ് കട്ടിങ്ങും സ്റ്റിക്കി കട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം, സ്റ്റിക്കി കട്ടിങ്ങിൽ ഹൈഡ്രജൻ ബോണ്ടും അതുപോലെ തന്നെ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ആവുന്നുണ്ട്. എന്നാൽ നമ്മൾ ബ്ലെൻഡ് കട്ടിങ്ങിലോട്ട് വരികയാണെങ്കിൽ എന്ത് മാത്രമേ ബ്രേക്ക് ആവുന്നുള്ളൂ? ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് മാത്രമേ ബ്രേക്ക് ആവുന്നുള്ളൂ. ഹൈഡ്രജൻ ബോണ്ട് എന്താവുന്നില്ല? ബ്രേക്ക് ആവുന്നില്ല. ഇതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അതുപോലെ നിങ്ങൾക്ക് ഈ പിക്ചർ തന്നിട്ട്, ഡയഗ്രം തന്നിട്ട് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാം. എക്സാമിൽ നിങ്ങൾ മേ ബി കൂടുതൽ കാണിക്കാറ് എന്താണ്? സ്റ്റിക്കി കട്ടിങ് കാണിക്കാറുണ്ട്, ബ്ലെൻഡ് കട്ടിങ് കാണിക്കാറുണ്ട്. മോസ്റ്റ്ലി കാണാറ് സ്റ്റിക്കി കട്ടിങ് ആണ്. ഓക്കെ, ഈ സ്റ്റിക്കി കട്ടിങ് കാണിച്ചു തന്നിട്ട് ആ ഡയഗ്രാം നിങ്ങളോട് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ട് അപ്പൊ ചോദിക്കാം നിങ്ങൾക്ക് ഇത് ഏത് തരം കട്ടിങ് ആണെന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം അത് സ്റ്റിക്കി കട്ടിങ് ആണോ ബ്ലെൻഡ് കട്ടിങ് ആണോ എന്ന് നിങ്ങൾക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം. ഒപ്പം നിങ്ങൾ ഏതൊക്കെ ബോണ്ട്സ് അവിടെ ബ്രേക്ക് ചെയ്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണോ? നമ്മൾ എൻസൈം എന്ന് പറയുന്ന കാറ്റഗറിയിലെ അവസാനത്തെ ടോപ്പിക് എടുക്കുകയാണ്. അവസാനത്തെ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് നെയിമിംഗ് ഓഫ് എൻസൈംസിന്. നമ്മൾ എൻസൈംസിന് പേര് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹിൻഡ് 1 എൻസൈം, ഹിൻഡ് 2 എൻസൈം, ഇക്കോ ആർ1 എൻസൈം. ഇത്തരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. അതിന്റെ നെയിമിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മളിവിടെ നെയിം കൊടുക്കുന്നത് എൻഡോന്യൂക്ലിയേസ് എൻസൈംസിനാണ്. എൻഡോന്യൂക്ലിയേസ് എൻസൈംസിനാണ്. ഓക്കെ, അതെങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ നെയിമിംഗ് എടുക്കാം. ആദ്യം നമ്മൾ സപ്പോസ് നിങ്ങൾ വിചാരിക്കൂ, നമ്മൾ എസ്കരീഷ്യ കോളൈ, ഞാൻ എസ്കരീഷ്യ കോളൈന് ഞാൻ സിമ്പിൾ ആയിട്ട് ഈക്കോളൈ എന്ന് എഴുതുക കേട്ടോ. എസ്കരീഷ്യ കോളൈ RY13. എസ്കരീഷ്യ കോളൈ എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ നിന്ന് നമ്മളൊരു എൻഡോന്യൂക്ലിയസ് എൻസൈം ഐസൊലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഈ എൻസൈമിന് നമ്മൾക്ക് പേര് കൊടുക്കണം. എങ്ങനെ പേര് കൊടുക്കും? നമ്മൾ പേര് കൊടുക്കും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് വേർഡ്, പേരിലെ ഫസ്റ്റ് വേർഡ് ജീനസ് നിന്നായിരിക്കണം. ഈ വേർഡ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അഥവാ എസ്കരീഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീനസ് ആണ്. കോളൈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? സ്പീഷീസിനെയാണ്. ഇതിലെ RY13 എന്ന് പറയുന്ന സ്ട്രെയിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ്? സ്ട്രെയിൻ. സോ ഈ എന്താണ്? എസ്കരീഷ്യ. എന്താണ്? ജീനസ് ആണ്. ഇക്കോളൈ എന്താണ്? സ്പീഷീസ് ആണ്. RY13 എന്താണ്? സ്ട്രെയിൻ ആണ്. നമ്മൾ പേര് നൽകുമ്പോൾ പേരിലെ ഫസ്റ്റത്തെ വേർഡ് ജീനസ് എന്നായിരിക്കും. ഇതിൽ ജീനസിലെ ഫസ്റ്റ് വേർഡ് എന്താണ്? എസ്കരീഷ്യ. ഇ ആണ് ഫസ്റ്റ് വേർഡ്. സോ ഫസ്റ്റ് ഇ കൊടുത്തു. അടുത്ത രണ്ട് ലെറ്റേഴ്സ് അടുത്ത രണ്ട് ലെറ്റേഴ്സ് സ്പീഷീസിൽ നിന്നായിരിക്കും. അതായത് ഇക്കോ. ഞാനൊന്ന് ഇറേസ് ചെയ്യട്ടെ.
ഓക്കെ. സോ ഇ എന്ന് പറയുന്നത് ജീനസ്, ദെൻ അടുത്ത രണ്ട് ലെറ്റേഴ്സ് സ്പീഷീസ് എന്നാണ്, അപ്പോൾ ഇക്കോ. ഇനി അടുത്ത ഒരു ലെറ്റർ സ്ട്രെയിനിൽ നിന്നായിരിക്കും. ഇവിടെ സ്ട്രെയിന് ഫസ്റ്റ് ലെറ്റർ ഏതാ? ആറ്. അടുത്ത ഫസ്റ്റ് ലെറ്റർ സ്ട്രെയിനിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതെന്താണ്? ഞാനത് സെപ്പറേറ്റ് കാണിക്കാം. ഇ എന്താണ്? ജീനസ് ആണ്, ജനറിക് നെയിം എന്ന് പറയാം. ജനറിക് നെയിം, ജനറിക് നെയിമിലെ ഫസ്റ്റ് ലെറ്റർ. അടുത്ത രണ്ട് ലെറ്റേഴ്സ് എവിടുന്നാണ്? സ്പീഷീസിലെ രണ്ട് ലെറ്റേഴ്സ്. സ്പീഷീസിലെ രണ്ട് ലെറ്റേഴ്സ്. അടുത്ത ലെറ്റർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്ട്രെയിനിനെയാണ്. ഓക്കെ. ഇനി അടുത്തത് കൊടുക്കേണ്ടത് ഡിസ്കവറിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഫസ്റ്റ് കണ്ടുപിടിച്ചെങ്കിൽ നമ്മൾ ഇക്കോ R1 എന്ന് കൊടുക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇക്കോ R2. ഇക്കോ R2 എന്താണ്? സെക്കൻഡ് ആയിട്ട് കണ്ടുപിടിച്ച എൻഡോന്യൂക്ലിയസ് ആണ് ഇത്, ഈ ഇക്കോ R2. ഫസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഏത്? ഇക്കോ R1. സോ ഇതിലെ 1ഉം 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡിസ്കവറിയാണ്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഞാനിവിടെ എടുക്കുന്നത്, സി, വിചാരിക്കും നമ്മൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ RD. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ RD എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ നിന്ന് നമ്മളൊരു എൻഡോന്യൂക്ലിയസ് എൻസൈം ഐസൊലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നു. ഈ എൻഡോന്യൂക്ലിയസ് എൻസൈമിന് നമുക്കൊരു പേര് കൊടുക്കണം. ഓക്കെ. പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഫസ്റ്റ് ലെറ്റർ എവിടെ നിന്നായിരിക്കും? സ്പീഷീസിൽ നിന്നായിരിക്കും. ഇവിടെ ഇത് സ്പീഷീസ് ആണ്, ഇത് ജീനസ് ആണ്. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. RD എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എവിടെ നിന്നായിരിക്കും? ജീനസിൽ നിന്നായിരിക്കും, അതായത് H ആയിരിക്കും. അടുത്ത രണ്ട് ലെറ്റേഴ്സ് എവിടെ നിന്നായിരിക്കും? സ്പീഷീസിൽ നിന്നായിരിക്കും, അതായത് HIN. അടുത്ത ലെറ്റർ എവിടെ നിന്നായിരിക്കും? സ്ട്രെയിൻ നിന്നായിരിക്കും. ഇവിടെ കൊടുക്കേണ്ടത് R ആണ്. പക്ഷേ ഈ R ഓൾറെഡി ഇക്കോ R1 നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഈ R നമ്മൾ സ്ട്രെയിനിൽ നിന്ന് എടുത്താണ്. സോ ഓൾറെഡി R നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് വേറൊന്നിനു വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സെക്കൻഡ് ലെറ്റർ ഉപയോഗിക്കും, അതായത് D ഉപയോഗിക്കും, ഹിന്റ്. ഇനി ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തതാണെങ്കിൽ നമ്മൾ ഇതിനെന്ത് വിളിക്കും? ഹിന്റ് 1 എന്ന് വിളിക്കും. എന്നാൽ സെക്കൻഡ്ലി ഡിസ്കവേർഡ് വണ്ണിനെ നമ്മൾ എന്ത് വിളിക്കും? ഹിന്റ് 2 എന്ന് വിളിക്കും. മനസ്സിലായോ? സോ ഫസ്റ്റ് ഡിസ്കവേർഡ് വൺ ഇക്കോ R1, ഇക്കോ R2, ദെൻ ഹിന്റ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡിസ്കവേർഡ് വൺ ഹിന്റ് 1, സെക്കൻഡ് ഡിസ്കവേർഡ് വൺ ഹിന്റ് 2. അതുപോലെ ഹിന്റ് 2ന്റെ പ്രത്യേകത, ഹിന്റ് 2 ആണ് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്ത എൻഡോന്യൂക്ലിയസ് എൻസൈം. ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത എൻഡോന്യൂക്ലിയസ് എൻസൈം ആണ് ഇത്, ഹിന്റ് 2. ഞാൻ കണ്ടുപിടിച്ചതല്ല പറയുന്നത്, ഐസൊലേറ്റ് ചെയ്തതാണ്. കണ്ടുപിടിക്കുന്നതും ഐസൊലേഷനും വ്യത്യാസമുണ്ട്. ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഹിന്റ് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഏതാണ്? ഹിന്റ് 1 ആണ്. പക്ഷേ ഐസൊലേറ്റ് ചെയ്തത് ആരെയാണ്? ഹിന്റ് 2നെയാണ്. ഔട്ട് ഓഫ് ഓൾ എൻഡോന്യൂക്ലിയസ് എൻസൈം, എല്ലാ എൻഡോന്യൂക്ലിയസ് എൻസൈംസിലും ആദ്യമായി നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞത് ഏതിനെയാണ്? ഹിന്റ് 2നെയാണ്. സോ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഇൻട്രൊഡക്ഷൻ, നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എന്താണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റിനെ പറഞ്ഞു. നമ്മൾ പോൾ ബയോടെക്നോളജിയുടെ ഫാദറിനെ കുറിച്ച് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പറഞ്ഞു തന്നു, അത് എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നമ്മൾ ഏത് ടോപ്പിക്കാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? എൻസൈംസിനെ കുറിച്ചാണ്. ഈ ചാപ്റ്റർ കുറച്ച് ലെങ്തി ആണ്. ഓക്കെ. എൻസൈംസിലെ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? ലൈസിങ് എൻസൈംസ് പറഞ്ഞു. അതുപോലെ എൻഡോന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഫോസ്ഫോറൈലേസ് എൻസൈമിനെ കുറിച്ച് പറഞ്ഞു. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിനെ കുറിച്ച് പറഞ്ഞു. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു. ലിഗേസ് എൻസൈമിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? രണ്ട് തരത്തിലുള്ള പാലിൻഡ്രോം സീക്വൻസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ രണ്ട് തരത്തിലുള്ള കട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു. സ്റ്റിക്കി കട്ടിങ്ങും അതുപോലെ ബ്ലണ്ട് കട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ നെയിമിംഗ് ഡിസ്കസ് ചെയ്തു. സോ
സോ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെയും പറയാണ്, കുറച്ച് ലെങ്തി ആണെങ്കിലും നിങ്ങൾ മാക്സിമം അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും മുഴുവനായിട്ട് കണ്ടിട്ട് നോട്ട്സ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് അത് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കാം. ഇത് കണ്ട് ഫുള്ള് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പുതുതായിട്ടൊന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, അത് 100% ഷുവർ ആണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.